എൻ്റെ പേര് ബാഹുലിനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതരമാണ്. സന്തോഷമായ ഒരു വാർത്ത. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ശാസ്തമംഗലത്ത് നിന്നും തിരുവനന്തപുരം പ്ലെയിൻ ഗ്രൗണ്ടിലേക്ക് അല്പമുള്ളിൽ 12:30 പ്ലെയിനിൽ കയറി ബാംഗ്ലൂർ ഇറങ്ങുന്നു. അവിടെ കയറി ഡൽഹിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. കേന്ദ്രമന്ത്രി ആവാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് പറയാം. മുരളീധരനെയും നമുക്ക് സുരേന്ദ്രനെ പിന്തള്ളിയാണ് കേന്ദ്രമന്ത്രിയാവാൻ പോകുന്നത്. രാവിലെ 8 മണിക്കുള്ള പ്ലെയിനിലും 9 മണിക്കുള്ള പ്ലെയിനിലും പോയില്ല. സുരേഷ് ഗോപി പോണില്ലെന്ന് പറഞ്ഞ് അപ്പോഴാണ് ഇപ്പോൾ ക്ഷണം സ്വീകരിച്ച് മന്ത്രിയാവാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവുമെന്ന് തന്നെ പറയാം. കേരളത്തിനൊരു നല്ലൊരു അവസരമാണ്. കേരളത്തിൽ വലിയ സന്തോഷമാണ്. സുരേഷ് ഗോപി ഒരു മന്ത്രി ആവുകയ്ക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കേന്ദ്രമന്ത്രി ആവുകയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത്. പ്രേക്ഷകരുടെ മുന്നിലാണ് നൽകുന്നത്. തൃശ്ശൂരിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവുന്നതിന് നമുക്ക് മനസ്സിലാക്കാം. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എത്രയോ പേർ പാവപ്പെട്ടവർ സഹായിച്ച സുരേഷ് ഗോപിയാണ്. അതുപോലെ വൃക്ക രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക്, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് നോക്കാം. സുരേഷ് ഗോപി പള്ളിയിലേക്ക് നേർന്നു കഴിഞ്ഞത്, സ്വർണം കിരീടം നേർന്നു കവിഞ്ഞത്, അതെല്ലാം നമുക്ക് നോക്കാം. സുരേഷ് ഗോപി എന്തെല്ലാം പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരെ ഒരുപാട് സഹായം ചെയ്ത സുരേഷ് ഗോപി വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്ര പേരെ പഠിക്കാൻ വേണ്ടി സ്കൂളുകളിൽ പൈസ കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് നോക്കാൻ. സുരേഷ് ഗോപി അന്വേഷിച്ച ആ വീട്ടിൽ ചെന്ന് സുരേഷ് ഗോപി അവരെ കാണുന്നുണ്ട്, അവരെ കാര്യം തിരക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു കേന്ദ്രമന്ത്രി. ഇതിനു മുമ്പേ മന്ത്രി ആവുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇടതുപക്ഷത്തിലായിരുന്നെങ്കിൽ നമുക്ക് പറയാം മുഖ്യമന്ത്രി ആവുമെന്ന് തന്നെ മനസ്സിലാക്കാം. അത്ര ഉള്ള ഒരു കഴിവുള്ള സിനിമാ താരം അല്ലാതെ. അത് മാത്രമല്ല, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ സുരേഷ് ഗോപിയാണ് ഇന്ന് കേന്ദ്രമന്ത്രിയാവാൻ അല്പമുള്ളിൽ തന്നെ പ്ലെയിൻ ഗ്രൗണ്ടിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തും. അവിടെ നിന്നും 12:30 പ്ലെയിനിൽ കയറി ബാംഗ്ലൂരിൽ ഇറങ്ങും. ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിലേക്ക് പ്ലെയിൻ കയറുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വീട്ടുകാരുമായിട്ട് ഇപ്പോൾ അല്പമുള്ള തിരിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. ശാസ്തമംഗലത്ത് നിന്നും തിരിക്കുമെന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും. രാവിലത്തെ ഫ്ലൈറ്റിൽ ഒരു അർഹത കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പോകാൻ സാധ്യത ഇല്ലെന്ന് നേരിച്ചു. 9 മണിക്കുള്ള ഫ്ലൈറ്റിലും അതാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രിക്കുള്ള അർഹത ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന് ഒരു വലിയ അവസരം തന്നെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എന്തു കാര്യം വേണോ എല്ലാവർക്കും ചെന്ന് പറയാനുള്ള, നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സാധനമുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് സുരേഷ് ഗോപി നിന്നും. അതാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒരു കേന്ദ്രമന്ത്രി വരുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്ന ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള കേന്ദ്രമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള പോകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്പമുള്ള വീട്ടിൽ നിന്ന് തിരിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം പ്ലെയിൻ ഗ്രൗണ്ടിൽ എത്തും, തിരുവനന്തപുരത്ത് എത്തുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷമാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുന്നത്, കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പോകുന്നതെന്ന് പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയൻ.